സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന പരിഷ്കാരങ്ങൾ 2026ഓടെ കൂടുതൽ കാര്യക്ഷമമായി മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശത്തിരിക്കുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ എക്സിറ്റ് റീ എൻട്രി വിസ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായി പുതുക്കാനുള്ള സൗകര്യം. സ്പോൺസർക്കോ കമ്പനിക്കോ അബ്ഷിർ അല്ലെങ്കിൽ ബുക്കിംഗ് പോർട്ടലുകൾ വഴി ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നാട്ടിൽ നിൽക്കുന്ന പ്രവാസിക്ക് അപ്രതീക്ഷിതമായി തിരികെ പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഫീസ് അടച്ച് ഈ സേവനം പ്രയോജനപ്പെടുത്താം. ഇതിനായി പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൊഴിൽ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൗദിയിൽ നടപ്പിലാക്കുന്നത്. ഹുറൂബ് നിയമങ്ങളിലെ പരിഷ്കാരം കാരണം തൊഴിലാളികൾക്ക് തങ്ങളുടെ പരാതികൾ ലേബർ കോർട്ടിൽ ബോധിപ്പിക്കാനും ആവശ്യമെങ്കിൽ മറ്റൊരു സ്പോൺസറിലേക്ക് മാറാനുള്ള നടപടികൾ ഇപ്പോൾ കൂടുതൽ സുതാര്യമാണ്. അതുപോലെ തന്നെ ഇഖാമ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഡിജിറ്റൽ പതിപ്പുകൾ ഇപ്പോൾ അബ്ഷിറിൽ ലഭ്യമാണ്. പോലീസ് പരിശോധന സമയത്തോ മറ്റോ കയ്യിൽ ഒറിജിനൽ കാർഡുകൾ ഇല്ലെങ്കിലും ഫോണിലെ ഡിജിറ്റൽ ID കാണിച്ചാൽ മതിയാകുമെന്നത് പ്രവാസികളുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കിയിട്ടുണ്ട്. ഉംറ ചെയ്യാൻ സൗദിയിൽ എത്തുന്നവർക്കും ഇപ്പോൾ വലിയ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേക ഉംറ വിസ ഇല്ലാതെ തന്നെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റ് വിസകളിൽ എത്തുന്നവർക്ക് നുസുക് ആപ്പ് വഴി പെർമിറ്റ് എടുത്ത് ഉംറ നിർവഹിക്കാവുന്നതാണ്. അതേസമയം തന്നെ സൈബർ നിയമങ്ങളുടെ കാര്യത്തിലും രാജ്യം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് കടുത്ത ശിക്ഷാർഹമായ കുറ്റമാണ്. അതിനാൽ തന്നെ ഔദ്യോഗിക വിവരങ്ങൾക്കായി വിശ്വസനീയമായ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്.